നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വാർത്താ സമ്പന്നമായ ഒരു ദിവസമാണ് ഇന്ന്. ഇന്നലെ കണ്ണൂർ പയ്യന്നൂരിൽ ഒരു BLO ജീവനൊടുക്കുകയുണ്ടായല്ലോ. ആ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് BLOമാർ ജോലി ബഹിഷ്കരിക്കുമെന്നാണ് കേൾക്കുന്നത്. ഈ മരിച്ച അനീഷിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ടാണ് നടക്കുക. അതോടൊപ്പം തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ BJP ജില്ലാ നേതൃത്വത്തിൽ നിന്നും വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ആനന്ദ് തമ്പിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് കേൾക്കുന്നത്. മറ്റൊന്ന് ശബരിമല തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹങ്ങളുണ്ട്. അത് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു തീരുമാനം ഇന്നിപ്പോൾ വരും. അത് നിർണായകമാണ്. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED നൽകിയ ഹർജിയുണ്ടല്ലോ, അത് ഇന്നാണ് കോടതി പരിഗണിക്കുക. ഒപ്പം ഈ ദ്വാരപാലക പാളികളുടെയും കട്ടളപ്പാളിയുടെയും ഒക്കെ SITയുടെ ശാസ്ത്രീയ പരിശോധന അതും ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ലോകവാർത്തകളിലേക്ക് കിടന്നാൽ ബംഗ്ലാദേശാണ് ഇന്നിപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളുണ്ടല്ലോ, അതിൽ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ ഇന്നിപ്പോൾ കോടതി വിധി പറയും. അതിപ്പോൾ ഒരുപക്ഷെ ഹസീനയ്ക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന ഒരു റിപ്പോർട്ടാണ്. അങ്ങനെ വല്ലതും വന്നാൽ അവാമി ലീഗ് തെരുവിലിറങ്ങും. വലിയ ആഹ്വാനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് രാജ്യത്ത് അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശങ്ങൾ വന്നത്. ഡൽഹിയിലേക്ക് വന്നാൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനമാണെന്നാണ് NIAയുടെ ഒരു കണ്ടെത്തൽ. അങ്ങനെ ഒട്ടേറെ വാർത്തകളുണ്ട്. ഇന്ന് ഏതായാലും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്, എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്